LPG ഉപയോഗം നിയന്ത്രണത്തിലേക്ക്. ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിനുള്ള നിയന്ത്രണം തുടരും. രാജ്യത്തെ വാതക ലഭ്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ 3-അംഗ സമിതി രൂപീകരിച്ചു. ആകെ പണിയായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ രാജ്യത്തെ LPG ഉപയോഗം കൂടുതൽ നിയന്ത്രണത്തിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും നമ്മുടെയെല്ലാം അടുക്കളകളിലും എത്തിത്തുടങ്ങി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വീട്ടാവശ്യത്തിനല്ലാത്ത LPG ഉപയോഗത്തിനാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച അടിയന്തര നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ LPG പ്രതിസന്ധിയില്ലെങ്കിലും ഹോട്ടലുകളിൽ സിലിണ്ടറുകളുടെ കുറവുണ്ടാകുമെന്നും ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിനുള്ള നിയന്ത്രണം തുടരുമെന്നും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നു. രാജ്യത്തെ വാതക ലഭ്യത ഉറപ്പുവരുത്താൻ കേന്ദ്രം 3-അംഗ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുകയും ചെയ്തു. എണ്ണ കമ്പനി പ്രതിനിധികളുടെ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പ് സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. മാത്രമല്ല, നിലവിൽ രാജ്യത്ത് LPG ക്ഷാമമില്ലാത്തത് ചെറിയൊരു ആശ്വാസമാണ് നൽകുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് LPG എത്തുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലും LPG ഇറക്കുമതിയിലും ഇന്ത്യയും പ്രതിസന്ധി നേരിടുകയെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കുന്നു. പെട്രോൾ ഡീസൽ വില വർധനവ് ഇപ്പോഴുണ്ടാകില്ലെന്നാണ് പറയുന്നത്. 8 ആഴ്ചത്തേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും ക്രൂഡ് ഓയിലും ഇന്ത്യയിലുണ്ടെന്നാണ് സർക്കാർ കണക്കുകളും വ്യക്തമാക്കുന്നത്. എന്തായാലും LPG ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ വ്യവസായങ്ങൾ, ശ്മശാനങ്ങൾ അടക്കമുള്ള ഉപഭോക്താക്കൾക്കാണ് നിലവിൽ ബാധകമാവുക. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ ഉപഭോക്താക്കൾക്കും ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. ഗ്യാസ് ബുക്കിംഗ് ഇടവേള 21 നിന്ന് 25 ദിവസമാക്കി ഉയർത്തിയതും കണ്ടിരുന്നു. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിനായിരുന്നു ഈ നടപടി കൊണ്ടുവന്നത്. അതേസമയം ആശുപത്രി, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ, വിദ്യാലയങ്ങൾ, മറ്റ് ആവശ്യ പൊതുസേവനങ്ങൾ എന്നിവയെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് LPG സിലിണ്ടർ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഗാർഹിക LPG ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്രം. ഇന്ത്യയിൽ തൽക്കാലം LPG ക്ഷാമമില്ലെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് LPG എത്തുമെന്നും സർക്കാർ ആശ്വാസമായിട്ടുള്ള റിപ്പോർട്ടുകളും പങ്കുവയ്ക്കുന്നുണ്ട്. 8 ആഴ്ചത്തേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും ക്രൂഡ് ഓയിലും ഇന്ത്യയിലുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിനാൽ തൽക്കാലം ഭയക്കേണ്ടതില്ലെന്നും രാജ്യം വ്യക്തമാക്കുന്നു. പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയിലേക്ക് എണ്ണ ടാങ്കറുകൾ വന്നു തുടങ്ങി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.